ഭിന്നശേഷി വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടന്നു. റിഫ്ലക്ഷൻസ് എന്ന പേരിട്ട പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. പൂക്കളും വീടും കടലും ആകാശവുമെല്ലാം ഇഷ്ടമുള്ള നിറങ്ങളിൽ ചാലിച്ച് മനോഹരമാക്കി കൂട്ടുകാർ. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിരേകുന്നതാണ് ഭിന്നശേഷി കലാകാരന്മാർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ വർണ്ണവിരുന്ന്. റിഫ്ലക്ഷൻസ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനത്തിൽ കട്ടിപ്പാറയിലെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള കാരുണ്യതീരം ക്യാമ്പസിലെ 8 കലാകാരന്മാരുടെ 80 ചിത്രങ്ങളാണുള്ളത്. രാമുവും രാജ്കുമാറും ഫാർലവും ഹസീനയും മഞ്ജുഷയും നഫ്ലയും ഫാത്തിമ ജിൻസിയും അമീർ അലിയും എല്ലാം തങ്ങളുടെ ഓരോ ചിത്രത്തിലൂടെയും ജീവിതാനുഭവങ്ങളും സ്വപ്നങ്ങളും കൂടിയാണ് പങ്കുവെക്കുന്നത്. ഗ്ലാസ് പെയിന്റിങ്ങും അറബിക് കാലിഗ്രഫിയുമാണ് ഇവർ ഒരുക്കിയത്. താല്പര്യമുള്ളവർക്ക് ചിത്രങ്ങൾ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. 2016 280 ചിത്രങ്ങൾ സംഘം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. കാരുണ്യതീരം ക്യാമ്പസിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെയും കാരുണ്യതീരം പ്രതീക്ഷാ ഭവനിലെയും 8 കുട്ടികൾ ഒരു വർഷം കൊണ്ട് വരച്ച 80 പെയിൻറ്റിങ്സ് ആണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ കഴിവ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് 2ാം തവണയാണ് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് നമ്മൾ എക്സിബിഷൻ നടത്തുന്നത്. അഹമ്മദ് ദേവർകോവിൽ MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ചീഫ് പാട്രൺ ഷുക്കൂർ കിനാലൂർ അധ്യക്ഷനായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി. KPU അലീം, സന്നാഫ് പാലക്കണ്ടി, CT സക്കീർ ഹുസൈൻ, അഞ്ജു മോഹൻ, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.